അമൃത 11 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ റോ മേധാവി, NIA മേധാവി, അതുപോലെ തന്നെ മറ്റ് അന്വേഷണ വിഭാഗങ്ങളുടെ മേധാവിമാർ പങ്കെടുത്തിരുന്നു. കൃത്യമായി ഈ സാഹചര്യവും അതുപോലെ തന്നെ ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങളടക്കം ആഭ്യന്തരമന്ത്രിയെ ഈ മേധാവിമാർ ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് രണ്ടാമത്തെ ഉന്നതതല യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഏജൻസികളുമായാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു വീഴ്ചയുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം ഒരുപക്ഷെ ചോദിച്ചേക്കും. കാരണം ഇത്രയും തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ ഇത്തരം ഒരു ചാവേർ ആക്രമണം ഉണ്ടാകണമെങ്കിൽ അത് സുരക്ഷാ വീഴ്ചയെന്ന് പറയാതെ മറ്റൊന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം വിമർശനം ഇതിനോടൊപ്പം തന്നെ ഉയർന്നു കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് ആണ് ചില വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കഴിവില്ലാത്ത ആഭ്യന്തരമന്ത്രിയാണ് നമുക്കുള്ളത്. നമുക്ക് വേണ്ടത് രാജ്യത്തെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആഭ്യന്തരമന്ത്രിയാണ്. മറിച്ച് ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന ആഭ്യന്തരമന്ത്രിയാണ് രാജ്യത്തുള്ളതെന്ന വിമർശനം തൃണമൂൽ കോൺഗ്രസ് ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതിലാണ് ഇനി പരിശോധനകൾ വരേണ്ടത്. ഔദ്യോഗികമായ സ്ഥിരീകരണം പോലീസും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയവും നൽകേണ്ടതുണ്ട്. പക്ഷേ NIA കേസ് അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. ആ മേഖല പൂർണ്ണമായും വളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ തെളിവ് ശേഖരണം അടക്കം പുരോഗമിക്കുന്നത്. ഈ സ്ഫോടനം നടന്ന മേഖല പൂർണ്ണമായും വെള്ളത്തുണികൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. ഇന്നലെ 6:55 സ്ഫോടനം ഉണ്ടാവുകയും പിന്നീട് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സ് അടക്കം സംഭവസ്ഥലത്തേക്ക് എത്തി. മേഖല പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാണ്. മാധ്യമങ്ങൾക്ക് പോലും 100 മീറ്റർ ഇപ്പുറം മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ പരിശോധനകൾ നടക്കുന്നു. ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവർക്ക് തക്കതായ തിരിച്ചടി നൽകുമെന്നതാണ് പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് ഭൂട്ടാനിൽ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് കൂടി പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കുന്നു. എന്തായാലും അതിർത്തി മേഖലകളടക്കം അതീവ ജാഗ്രതയിലാണ്. എയർപോർട്ടുകളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ ശക്തമായ പരിശോധന നടത്തുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുജറാത്ത് ATS, ഉത്തർപ്രദേശ് ATS അടക്കമുള്ളവർ വിവിധ മേഖലകളിൽ തിരച്ചിൽ നടക്കുകയാണ്. ലക്നൌവിലടക്കം ഇതിപ്പോൾ ഒന്നും രണ്ടുമല്ല 12 പേരുടെ ജീവനാണ് ഈ ബോംബ് സ്ഫോടനത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അറിയാത്ത ഉത്തരങ്ങൾ അല്ലെങ്കിൽ ലഭിക്കാത്ത ഉത്തരങ്ങൾ നിരവധിയാണ്. ആരായിരുന്നു ഇതിന് പിന്നിൽ, എന്താണ് ഇവരുടെ മോട്ടീവ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട്. ഏറ്റവും പ്രധാനം അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ തന്നെയാണ്. എന്തിന് അവരുടെ സംശയങ്ങൾ പോലും ഏറ്റവും പ്രധാനമാണ് അന്വേഷണ സംഘത്തിന്റെ. നമുക്കറിയാം ഇതിപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയിലാണ് ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത്, കാർ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത്. പക്ഷേ അത് ഈ സിഗ്നലിൽ റെഡ് ലൈറ്റ് കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം കൊണ്ട് മാത്രം ഈ അപകടത്തിന്റെ വ്യാപ്തി ഇത്ര കുറക്കാനായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം അടുത്ത് തന്നെ മാർക്കറ്റുണ്ട്. ചാന്ദിനി ചോക്ക് മാർക്കറ്റിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. നിരവധി ആളുകൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊരു സ്ഥലമാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ആളുകൾ കൂടുതൽ ഉള്ള ഒരിടം തന്നെ ആയിരിക്കാം അല്ലേ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സംശയം അന്വേഷണ സംഘത്തിന് നിലവിലുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞ നിരവധി സംശയങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉള്ളത്. കാരണം ഉമർ മുഹമ്മദാണ് വാഹനം ഓടിച്ചതെന്ന് ഏകദേശം സ്ഥിരീകരണം ആയിട്ടുണ്ട്. പക്ഷേ 3:19 ഈ ചെങ്കോട്ട പരിസരത്തെ സുനേരി പാർക്കിൽ ഈ വാഹനം എത്തുന്നു. വാഹനം പിന്നീട് അവിടെ 3 മണിക്കൂറോളം നിർത്തിയിട്ടിരുന്നു. ആ 3 മണിക്കൂർ സമയം എന്തൊക്കെയാണ് അവിടെ നടന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. കാരണം ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ, മറ്റാരെങ്കിലുമായി ഉമർ മുഹമ്മദ് സംസാരിച്ചിരുന്നു, അതുപോലെ തന്നെ മറ്റേതെങ്കിലും സ്ഥലത്തായിരുന്നോ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ദൃക്സാക്ഷികളടക്കം പറയുന്നത് ഈ വാഹനം മെല്ലെ റെഡ് സിഗ്നലിലേക്ക് വരികയായിരുന്നു. അപ്പോൾ റെഡ് സിഗ്നലിലല്ലായിരുന്നു, അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള ചാന്ദിനി ചോക്ക് അടക്കമുള്ള തിരക്കേറിയ മേഖലകളിലായിരുന്നു ഒരു സ്ഫോടനം നടത്താൻ ശ്രമിച്ചിരുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഫരീദാബാദിൽ ഈ ഉമർ മുഹമ്മദ് പങ്കാളി എന്ന് പറയുന്ന ടെറർ മോഡ്യൂളുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നു. തന്റെ കൂട്ടാളികൾ പിടിയിലായപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നുള്ള സ്ഫോടക വസ്തുക്കളുമായി ഉമർ മുഹമ്മദ് ഡൽഹിയിലേക്ക് കടക്കുകയും ഉമർ മുഹമ്മദ് സ്വന്തമായി ആവിഷ്കരിച്ച ഒരു സ്ഫോടന പദ്ധതി എന്നതാണ് ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ്. എന്തായാലും നിരവധി ചോദ്യങ്ങൾ പോലീസിന് മുന്നിൽ അവശേഷിക്കുന്നു. കാരണം ഈ 3 മണിക്കൂർ സമയം എന്ന് പറയുന്നത് 3:19 സുനേരി ബാഗിലേക്ക് കശ്മീരി ഗേറ്റ് വഴി വാഹനം അവിടെ എത്തി പാർക്ക് ചെയ്യുന്ന ആ 3 മണിക്കൂറുകൾക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചു? ഈ പ്രത്യേകിച്ച് ഉമർ മുഹമ്മദ് അവിടെ ഈ സാഹചര്യം നിരീക്ഷിച്ചിരുന്നു, ആളുകൾ കൂടുതലായി എത്തുന്ന മേഖലകൾ നിരീക്ഷിച്ചിരുന്നു, അതുപോലെ തന്നെ മറ്റാരെങ്കിലും ഏതെങ്കിലും ഹാൻഡിലർമാരായിട്ടെല്ലാം സംസാരിക്കുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ
ഇനി വ്യക്തത വരേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും ഫരീദാബാദ് മോഡ്യൂൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തീവ്ര മോഡ്യൂൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉമർ മുഹമ്മദ് എന്ന വ്യക്തി ആണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ഏകദേശ സ്ഥിരീകരണമായിട്ടുണ്ട്. DNA സാമ്പിൾ പരിശോധന പൂർത്തിയായാൽ ആ വാഹനത്തിൽ നിന്ന് ലഭിച്ച മൃതദേഹം ഉമർ മുഹമ്മദിന്റേത് തന്നെന്ന് സ്ഥിരീകരിക്കുവാൻ സാധിക്കും. DNA സാമ്പിളുകൾ ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. എന്തായാലും അന്വേഷണം വിവിധ കോണിൽ നിന്നുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു സാധ്യതകളും അന്വേഷണ ഏജൻസികൾ തള്ളുന്നില്ല. NIA പരിശോധനയും പുരോഗമിക്കുകയാണ്. NIA കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്ക് കേസ് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആർക്കായിരിക്കും അന്വേഷണ ചുമതല, എത്ര സംഘങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലെല്ലാം വരും മണിക്കൂറുകളിലായിരിക്കും ഒരു വ്യക്തത വരിക. എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന രണ്ടാമത്തെ ഉന്നതതല യോഗം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. കാരണം വലിയ ഡൽഹിയെ പോലൊരു തന്ത്രപ്രധാനമായ മേഖലയിൽ നിരവധി ജനങ്ങളും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളടക്കം എത്തുന്ന ഒരു മേഖലയിൽ മെട്രോ സ്റ്റേഷൻ ഗേറ്റിന് സമീപമുണ്ടായ സ്ഫോടനം അത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. കാരണം ഡൽഹിയിൽ എത്തിയവർക്കറിയാം ഡൽഹിയിൽ എത്രത്തോളം സുരക്ഷ ഉള്ളൊരു മേഖലയാണ്. കാരണം മിക്ക സമയവും നിരോധനാജ്ഞയും 144 എല്ലാം പ്രഖ്യാപിച്ചൊരിടമാണ് ഡൽഹി. അപ്പോൾ ഡൽഹിയെ പോലൊരു തന്ത്രപ്രധാനമായ മേഖലയിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന കാര്യത്തിലാണ് ഇതിന്റെ ഒരു വിശദീകരണം വേണ്ടത്. ചാവേർ ആക്രമണമാണ് ഡൽഹിയിൽ ഉണ്ടായെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഡൽഹി പോലീസ് എത്തിയിട്ടുണ്ട്. ഉമർ മുഹമ്മദ് എന്ന വ്യക്തി അതുപോലെ തന്നെ ഉമർ മുഹമ്മദിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അമൃത.